അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ജോലിയിലേക്ക് എത്തിയ സുഹൃത്തുക്കളാണ് അല്ലേ? ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് ജുനൈദ്. ഞാൻ പാലക്കാട് പട്ടാമ്പിന്നാണ് വരുന്നത്. എന്റെ പേര് നിഹാജ് എന്നാണ്. ഞാനും പാലക്കാട് പട്ടാമ്പിന്നാണ്. സ്ക്രൈബ് ട്രൈബിൽ ഏത് കോഴ്സാണ് നിങ്ങൾ ചെയ്തത്? സ്ക്രൈബ് ട്രൈബിലെ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന കോഴ്സ്. മെഡിക്കൽ സ്ക്രൈബിംഗ് ഒരു 6 months ആണോ അതിന്റെ ഡ്യൂറേഷൻ? 6 months ആണ് ക്ലാസ് വരുന്നത്. ബാക്കി കാര്യങ്ങളും കൂടി 1 year ആവും. ഓക്കെ, ഇവിടെ ഏത് പോസ്റ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഞങ്ങള് വാർഡ് സെക്രട്ടറി ആയിട്ടാണ്. ബോസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കുട്ടികൾക്കൊക്കെ അറിയേണ്ടത്, ഈ കോഴ്സ് പഠിച്ചാൽ പ്ലേസ്മെന്റ് കിട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പ്ലേസ്മെന്റിന്റെ കാര്യത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യം അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ അതാണ്. ഇതുവരെ പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളും പ്ലേസ്ഡ് ആണെന്നുള്ളതാണ്. എനിക്ക് ഇടയ്ക്ക് ചോദിക്കാനുള്ളത്, ഈ ഡിഗ്രിക്കാരാണോ പ്ലസ് ടുക്കാരാണോ ഇതിന് കൂടുതലായിട്ട് ജോയിൻ ചെയ്യുന്നത്? സാറേ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മിക്സ്ഡ് ആയിട്ട് വരാറുണ്ട്. കൂടുതലും പ്ലസ് ടു കഴിഞ്ഞുള്ള കുട്ടികൾ വന്ന് കണ്ടിട്ടുണ്ട്. മെഡിക്കൽ സ്ക്രൈബിംഗ്, മെഡിക്കൽ കോഡിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഈ മൂന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ഈ കോഴ്സിൽ ഓഫർ ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഇവിടെ ലഭ്യമായിരിക്കുന്ന ഒരു സുന്ദരൻ കോഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഓർക്കുക, ഒരു പ്ലസ് ടു, അത് ഏത് സ്ട്രീമിൽ കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്ക് പഠിക്കുവാൻ പറ്റുന്ന ഒരു 1 year കോഴ്സിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓർക്കുക, ഒരു UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭ്യമായ ഒരു സർട്ടിഫിക്കേഷനോടെ തന്നെ പൂർത്തീകരിക്കുവാൻ പറ്റുന്ന ഒരു കോഴ്സ്. മികച്ച പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് മാത്രവുമല്ല, ഒരു അല്പം എക്സ്പീരിയൻസ് ഒക്കെ നേടിയാൽ വിദേശ അവസരങ്ങളിലേക്ക് വരെ എത്തുവാൻ സഹായകരമായ ഒരു കോഴ്സ്. അതായത് ഒരു ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ്, ടെക്നിക്കൽ പ്രവർത്തനങ്ങളിലൊക്കെ പഠിക്കുവാൻ സഹായകരമായ ഈ ഒരു കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പം പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രിക്കാർക്കും ഒക്കെ ഒരു 1 year ഡ്യൂറേഷൻ പഠനം കൊണ്ട് മികച്ച ജോലിയിലേക്കൊക്കെ എത്തുവാൻ സഹായകരമായ ഒരു കോഴ്സ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഈ BMH സ്ക്രൈബ് ട്രൈബ്, ഈ ഒരു സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജറായിട്ടുള്ള ബോവാസ് എബ്രഹാം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ബോവാസ്, വെൽക്കം ടു കരിയർ പാത്വേ. വെൽക്കം സർ. ഓക്കെ, ബോവാസിൻ്റെ ഒരു കരിയർ ജേണി ഒന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് ഈ ഒരു ജനറൽ മാനേജർ ഈ സ്ഥാപനത്തിലേക്കൊക്കെ എത്തിയത്? തീർച്ചയായും ഒന്ന് പറയാമോ? എനിക്ക് ഈ പൊസിഷൻ പറയുമ്പോൾ ഒത്തിരി അഭിമാനമുണ്ട്. കാരണം ഞാൻ മെഡിക്കൽ സ്ക്രൈബിംഗ് ഫീൽഡിലേക്ക് വരുന്നത് തന്നെ ഈ സ്ഥാപനത്തിൽ ഒരു സ്റ്റുഡന്റ് ആയിക്കൊണ്ടാണ്. മെഡിക്കൽ സ്ക്രൈബ് പഠിച്ചുകൊണ്ടാണ് ഇതിലേക്ക് എത്തുന്നത്. ബേസിക്കലി ഒരു മെഡിക്കൽ സ്ക്രൈബ് ആണ്. ഞാൻ കണ്ണൂരിലുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്ക്രൈബ് ട്രൈബിൽ പഠിച്ചതിന് ശേഷം BMHൽ കണ്ണൂർ ജോലി ചെയ്തു. ഞാൻ അവിടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ അസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ തുടർന്ന് ഞാൻ ഈ സ്ഥാപനത്തോട് ചേർന്ന് പ്രവർത്തിച്ചു. ഞാൻ ജനറൽ മാനേജറായിട്ട് നിൽക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സ്, അതിന്റെ പേര് IHAD എന്നുള്ളതാണ്. അതെന്താ ഈ ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡോക്യുമെന്റ്? ഇന്റഗ്രേറ്റഡ് എന്ന് പറയാനായിട്ട് തീർച്ചയായിട്ടും ഇന്റഗ്രേറ്റഡ് എന്ന് പറയാൻ നമ്മൾ പ്രധാനപ്പെട്ട ഹെൽത്ത് കെയർ മേഖലയിൽ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ അന്വേഷിക്കുന്നതും ഒരുപാട് ഭാവി വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതുമായ കോഴ്സുകൾ കുട്ടികൾ അന്വേഷിക്കുന്ന കോഴ്സുകളാണ് മെഡിക്കൽ സ്ക്രൈബിംഗ്, മെഡിക്കൽ കോഡിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ മൂന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ഈ കോഴ്സിൽ ഓഫർ ചെയ്യുന്നത് അല്ലെ? ഓക്കെ, ഇതിന്റെ ഡ്യൂറേഷൻ ഒക്കെ എങ്ങനെയാണ്? നമുക്കിത് അപ് ടു 12 months നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്. മാക്സിമം 1 വർഷം വരെ ഉള്ളിൽ നമുക്ക് ഈ കോഴ്സ് മൂന്ന് വിഭാഗങ്ങളും പഠിച്ച് നമുക്ക് പൂർത്തീകരിക്കാം. നമ്മൾ എനിക്ക് തോന്നുന്നു പ്ലസ് ടുക്കാരെ ഇതിന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും നമുക്ക് പ്ലസ് ടു എനി സ്ട്രീമിൽ പഠിച്ചവരെ, ഡിഗ്രി എനി സ്ട്രീമിൽ പഠിച്ചവർക്കും നമുക്ക്. ഞാൻ ഇത് പഠിക്കുന്ന കുറെ കുട്ടികളെയൊക്കെ മീറ്റ് ചെയ്തു. അതിനകത്ത് പ്ലസ് ടുക്കാരും BComകാരും എല്ലാവരും ഉണ്ടായിരുന്നു. പ്ലസ് ടു ഹ്യൂമാനിറ്റീസും കൊമേഴ്സും അല്ലാതെ സയൻസ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ജോലിയിലേക്ക് എത്തിയ സുഹൃത്തുക്കളാണ് അല്ലേ? ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് ജുനൈദ്. ഞാൻ പാലക്കാട് പട്ടാമ്പിന്നാണ് വരുന്നത്. എന്റെ പേര് നിഹാജ് എന്നാണ്. ഞാനും പാലക്കാട് പട്ടാമ്പിന്നാണ്. സ്ക്രൈബ് ട്രൈബിൽ ഏത് കോഴ്സാണ് നിങ്ങൾ ചെയ്തത്? സ്ക്രൈബ് ട്രൈബിലെ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന കോഴ്സ്. മെഡിക്കൽ സ്ക്രൈബിംഗ് ഒരു 6 months ആണോ അതിന്റെ ഡ്യൂറേഷൻ? 6 months ആണ് ക്ലാസ് വരുന്നത്. ബാക്കി കാര്യങ്ങളും കൂടി 1 year ആവും. ഓക്കെ, ഇവിടെ ഏത് പോസ്റ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഞങ്ങള് വാർഡ് സെക്രട്ടറി ആയിട്ടാണ്. വാർഡ് സെക്രട്ടറി. എന്താ ഈ താനും വാർഡ് സെക്രട്ടറി ആണല്ലോ അല്ലേ? എന്താ ഈ ജോലിയുടെ ഒരു സ്വഭാവം ഒന്ന് സൂചിപ്പിക്കാം? നമ്മൾ ഡോക്ടർമാരെ അസിസ്റ്റന്റ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഡിസ്ചാർജ് സമ്മറി, അതേപോലെ ഡിസ്ചാർജ് മെഡിക്കേഷൻസ്, ഡോക്യുമെന്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഹാപ്പിയാണോ ജോലിയൊക്കെ? എത്ര നാളായി ജോലി കയറിയിട്ട്? 3 months കഴിഞ്ഞു. ജോലി കയറിയിട്ട്. ഓക്കെ, അപ്പം എവിടെയാ താമസമൊക്കെ എങ്ങനെയാ? ഇവിടുന്ന് 1 kilometer അപ്പുറത്താണ്. റൈറ്റ്. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നന്നായി വരട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് 3 സുഹൃത്തുക്കളെയും കൂടി പരിചയപ്പെടുത്താം.
ഒന്ന് പേര് എവിടുന്നാ വരുന്നതൊക്കെ ഒന്ന് പറയാമോ? എന്റെ പേര് ഫസ്ന എന്നാണ്. ഫസ്ന. ആ. എന്റെ പേര് ഹസ്ന. ആ. എന്റെ പേര് അരുണിമ. അരുണിമ. എവിടുന്ന അരുണിമയൊക്കെ വരുന്നേ? പട്ടാമ്പിന്ന. ആ, അത് വെച്ചോ. ആ, അരുണിമയോട് ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ സ്ക്രൈബ് ട്രൈബിലേക്കൊക്കെ എത്തിയത് നിങ്ങള്? ഞങ്ങൾ എത്തിയത് സാറിന്റെ ഒരു എന്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടാണോ? എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സൊക്കെ? ആ, ഏത് കോഴ്സാ പഠിച്ചേ? ആ, മെഡിക്കൽ സ്ക്രൈബിങ് അല്ലെ? അത് എത്ര ഡ്യൂറേഷൻ ഒക്കെ ഉള്ള കോഴ്സായിരുന്നു? 1 ഇയറിന്റെ കോഴ്സായിരുന്നു അല്ലേ? ഓക്കെ. എന്നിട്ട് ജോലിയിലേക്കൊക്കെ എത്തിയോ? ജോലിയിലേക്ക് എത്തി. ഫസ്റ്റ് ജോബിന് കയറിയത് ബേബി മെമ്മോറിയൽ ഇവിടെ തന്നെയാണ്. ആ, നല്ല സുന്ദരൻ ജോലിയാണല്ലോ ആദ്യം കിട്ടിയത്. എങ്ങനെയുണ്ട് ജോലി? എങ്ങനെയുണ്ട് അഭിപ്രായം? ജോലിയെല്ലാം നന്നായി. എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇപ്പൊ ഒരു 6 മന്ത് കംപ്ലീറ്റ് ആകും. ഓക്കെ. താൻ ഏത് കോഴ്സ്, ഏത് ജോലി, എന്ത് പോസ്റ്റിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? വാർഡ് സെക്രട്ടറി. വാർഡ് സെക്രട്ടറി. മുമ്പേ ഞാൻ കുറെ വാർഡ് സെക്രട്ടറിമാരെ പരിചയപ്പെടും. അവർക്കൊക്കെ ഒരു കോട്ടൊക്കെ ഉണ്ടായിരുന്നു, ഒരു ജാക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതില്ലേ? നമുക്ക് സാറ്റർഡേ ആയതുകൊണ്ട് ഇടാത്ത അല്ലേ? ഓക്കെ. 3 പേരും വാർഡ് സെക്രട്ടറിമാരായിട്ടാണ് അല്ലേ? നമ്മൾ ഓരോ ഫ്ലോറിലും അസൈൻ ചെയ്ത് 3 പേരും ഒരിടത്ത് തന്നെ പഠിച്ചാണ്, സ്ക്രൈബ് ട്രൈബിൽ തന്നെ പഠിച്ചതാണ് അല്ലേ? ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോ? എത്ര നാളായി ഇവിടെ ജോലി ചെയ്യുന്നു? 6 months ആവും. 6 months ആയി അല്ലേ? ഞാൻ ഈ സ്ക്രൈബ് ട്രൈബ് നല്ലതാണെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. എന്താ അഭിപ്രായം അതിനെ കുറിച്ചുള്ള? നമുക്ക് ഇങ്ങനെ ഒരു ജോബ് നൽകിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു തീരുമാനം തന്നെ. തന്റെ എന്നാ അഭിപ്രായം? നമുക്ക് ജോലിക്കായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ സ്ക്രൈബ് ട്രൈബ് തന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ഞാൻ ബികോം ബികോം കഴിഞ്ഞിട്ടാണ് ഇതിന് വന്നത്. ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു. ഇയാളോ? ഞാൻ +2 കഴിഞ്ഞിട്ടാണ്. +2 കഴിഞ്ഞിട്ടാണോ അല്ലേ? അപ്പൊ +2 ഒക്കെ കഴിഞ്ഞ് ഇവരെക്കാൾ ഇളയതാണ് അല്ലേ? പെട്ടെന്ന് ജോലിയിലേക്കൊക്കെ എത്താൻ കഴിഞ്ഞു അല്ലേ? ശരി, ഓൾ ദ ബെസ്റ്റ്. നമ്മളിപ്പോ ഇവിടെ പഠിക്കുന്ന എന്തൊക്കെയാണ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട്? ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്ന വെച്ചാൽ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിനകത്ത് തന്നെ നമ്മള് അനാട്ടമി, ഫിസിയോളജി ഒക്കെയാണ് മെഡിക്കൽ ടേംസ് ആയിട്ട് പഠിപ്പിക്കുന്നത്. നമുക്കുണ്ട് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഏത് സ്ട്രീം ഉള്ളവർക്കും പഠിക്കുക എന്നുള്ളത് അല്ലെ? അപ്പൊ ഇതെങ്ങനെയാണ്? ഫുൾ ഡേ ക്ലാസ് ആണോ? എങ്ങനെയാണ്? അതെ, നമുക്ക് മോർണിംഗ് 9 to ഈവനിങ് 5 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ. ഓ, റൈറ്റ്. അപ്പൊ അത് എവിടെയൊക്കെയാ ഓഫർ ചെയ്യുന്നത്? ഈ BMH അല്ലാതെ? BMH തൊടുപുഴ ഇവിടെ അല്ലാതെ വേറെ എവിടെയാണ്? പിന്നെ നമുക്ക് ബ്രാഞ്ചുകൾ ഉള്ളത് കണ്ണൂര്, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി, പിന്നെ എറണാകുളം. ഓ, ഇത്രയിടത്താണ് ഇത് ഓഫർ ചെയ്യുന്നത് അല്ലെ? ഓക്കെ. ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്, ഓൺലൈൻ ആയിട്ട് ക്ലാസ്സുകളുണ്ടോ? നമ്മൾ ഓൺലൈൻ ആയിട്ട് ക്ലാസ്സുകൾ ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇതിലൊരു കാരണമുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾ, അപ്പൊ അവർക്ക് നമ്മള് കൃത്യമായ പഠനം ക്വാളിറ്റിയിൽ കൊടുക്കാൻ, സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് തന്നെ ടെക്നിക്കലി ആൻഡ് മാനേജ്മെന്റും ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്കില്ലുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ശരി. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് ഏറ്റവും ഉത്തമം. ബോസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കുട്ടികൾക്കൊക്കെ അറിയേണ്ടത്, ഈ കോഴ്സ് പഠിച്ചാൽ പ്ലേസ്മെന്റ് കിട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പ്ലേസ്മെന്റിന്റെ കാര്യത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യം അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ അതാണ്. ഇതുവരെ പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളും പ്ലേസ്ഡ് ആണെന്നുള്ളതാണ് ഞങ്ങളുടെ ധൈര്യം. അതാണ് അത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വിദേശത്തും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഒക്കെ ആയിട്ട് ഇതിന്റെ ഒരു അവസരം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പ്ലേസ്മെന്റ് കൊടുത്തു വന്നുകൊണ്ടിരിക്കുന്ന വെച്ചാല് ഒരു മലബാർ ഏരിയയിലാണ് ഇപ്പൊ കൊടുത്തു വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ പകുതി പോലും എത്തിയിട്ടില്ല. ഇനിയിപ്പോ ഇതിന്റെ ഒരു അവസരങ്ങളുടെ എണ്ണം എടുത്തു നോക്കി ഞങ്ങൾ ഏകദേശം ഒരു കണക്കെടുത്ത് നോക്കിയപ്പോ ഒരു 3500-ലധികം ഒഴിവുകളാണ് ഈ മേഖലകളിലായിട്ടുള്ളത്. കാരണം നമ്മുടെ ഹോസ്പിറ്റലൊക്കെ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഹെൽത്ത് കെയറിൽ ഇങ്ങനത്തെ ഡോക്യുമെന്റേഷൻ മേഖലകളിലൊക്കെ സാധ്യതകൾ കൂടുന്നത്. അപ്പം നിങ്ങൾ കേരളത്തിലാകമാനം അവസരങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ള ഒരു പ്ലാനുമായിട്ടാണ് മുന്നോട്ട്. ഒരു കാര്യം എനിക്ക് ഇടയ്ക്ക് ചോദിക്കാനുള്ളത്, ഈ ഡിഗ്രിക്കാരാണോ +2കാരാണോ ഇതിന് കൂടുതലായിട്ട് ജോയിൻ ചെയ്യുന്നത്? സാറേ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മിക്സ്ഡ് ആയിട്ട് വരാറുണ്ട്. കൂടുതലും +2 കഴിഞ്ഞുള്ള കുട്ടികൾ വന്ന് കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു പിന്നിലൊരു കാരണം ഞങ്ങൾ മനസ്സിലാക്കിയത്, +2 കഴിഞ്ഞ് ഇപ്പൊ ഡിഗ്രി, പ്രത്യേകിച്ച് ഇന്റഗ്രേറ്റഡ് ഡിഗ്രിയാണ്, 4 വർഷമാണ്. അപ്പൊ 4 വർഷം ഒരു ഡിഗ്രി കഴിഞ്ഞ് മറ്റൊരു ഉപരിപഠനം, ഒരു കോഴ്സ് എടുത്ത് 5 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു ജോലിയിൽ കയറി എക്സ്പീരിയൻസ് ആയി ഒരു 5-8 വർഷത്തെ കാലയളവ് വരും. പക്ഷെ നമുക്ക് +2 കഴിഞ്ഞ് ഡയറക്റ്റ് ഒരു സ്കിൽ കോഴ്സ്, ഇതേപോലത്തെ നമ്മുടെ IHD പോലത്തെ കോഴ്സുകൾ എടുക്കുന്നു. അതിനുശേഷം ജോലിക്ക് കയറുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അപ്പം ജോലിക്ക് കയറുന്നു, അതോടൊപ്പം ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം, എക്സ്പീരിയൻസ് ആവുന്നു. ഇതെല്ലാം ഒരു വിത്തിൻ 4 years. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ബികോംകാരെ കണ്ടായിരുന്നു കുറെ പേര്, അതേപോലെ തന്നെ +2കാരെ കണ്ടു. ഇങ്ങനെയാണോ? ഈ ഒരു ഇതാണോ നിങ്ങളുടെ ഒരു കൂടുതൽ? അതോ മാത്രമല്ല നമുക്ക് നീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവര്, നീറ്റ് ട്രൈ ചെയ്തുകൊണ്ട് നീറ്റ് കിട്ടി, അത് കിട്ടാതെ വരുന്നവരൊക്കെ ഇതിന് ഓപ്റ്റ് ചെയ്യുന്നു. അതെ. അതുപോലെ തന്നെ DPharm കഴിഞ്ഞവര്, അതുപോലെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സ് പല ഇതുള്ളവർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ അഡ്മിഷൻ ഒക്കെ എങ്ങനെയാണ് വർഷത്തില്? സാർ, നമുക്ക് അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു അക്കാഡമിക് ഇയർ എന്നല്ല, കൂടുതലും അഡ്മിഷൻസ് വരാറുള്ളത് നമ്മുടെ
മാർച്ച് മാസം മുതലുള്ള സമയങ്ങളിലൊക്കെയാണ് പൊതുവെ അഡ്മിഷൻസ് ഒക്കെ വരുന്നത്. ശരി. പക്ഷെ എങ്കിലും നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് 4 ബാച്ചാണ് ഒരേ സമയത്ത് റൺ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ 15 to 20 സ്റ്റുഡൻസ് ആണ് ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവുക. അപ്പൊ അത് എപ്പോ ഫിൽ ആവുന്നു അന്ന് മുതൽ അപ്പൊ പുതിയ ബാച്ച് തുടങ്ങിക്കൊണ്ടേ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അപ്പൊ വേണമെങ്കിൽ എല്ലാ മാസവും തന്നെ ഒക്കെ ബാച്ചുകൾ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ വീഡിയോ കേൾക്കുന്ന ഒരാൾക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു പ്രോസസ്സ്? തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ശരി. നമ്മുടെ സ്ഥാപനങ്ങൾ ഇപ്പം തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുണ്ട് നമ്മള്. അല്ല നമ്മുടെ ബ്രാഞ്ചുകളായിട്ടുള്ള കണ്ണൂരോ പട്ടാമ്പിയിലോ എറണാകുളത്തോ ഒക്കെ നേരിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിലോ കോൺടാക്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ക്രൈബ് ട്രൈബിന്റെ നമ്പർ വീഡിയോയിൽ നൽകിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അത് അവർക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ ടീമിൽ നിന്ന് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എനിവേ ഈ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്ന ബോവാസിനോട് പ്രത്യേക നന്ദി അറിയിക്കട്ടെ. നിങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, കാര്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. വളരെ മികച്ച പ്ലേസ്മെൻറ്റ് ലഭിക്കാവുന്ന അവസരങ്ങളുള്ള ഒരു കോഴ്സാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള പുതുതലമുറ കോഴ്സുകൾ, ഇത് ഒരു UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ഇതിൽ ലഭ്യമാകും. അപ്പം ഇത് കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഈ വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.